ഇതേപോലത്തെ ഒരു കാർഡ് ഐഡി നോക്കിയാലോ? അതിന് A4 ഷീറ്റ് നടക്കില്ല, കുറച്ച് കട്ടിയുള്ള പേപ്പർ തന്നെ വേണം. ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഡ്രോയിങ് ബുക്കിൻ്റെ ഷീറ്റാണ്. വേണമെങ്കിൽ ചാർട്ട് പേപ്പറും എടുക്കാം. അതിന് ശേഷം ഇതേപോലെ ഒരു ഫ്ലവർ വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗം കട്ട് ചെയ്യരുത്. ഞാൻ പിന്നെ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ബോർഡറിൽ യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് പെന്നും കൊണ്ട് കുറച്ച് ബോർഡറും ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നീട്ടത്തിൽ ലീവ്സും കട്ട് ചെയ്ത് കളർ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഫ്ലവേഴ്സിനും ഞാൻ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇതേപോലത്തെ ഒരു സ്ക്വയറാണ്. സ്ക്വയർ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് നമുക്ക് സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കണം. കാരണം ഇത് തുറക്കാനും അടയ്ക്കാനുള്ള ഒരു മെക്കാനിസത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൂവും ലീഫും കൂടി കൂട്ടി ഒട്ടിക്കുക. എന്നിട്ട് അത് വേണം നമുക്ക് അടിയിൽ മടക്കിയിട്ട് നമുക്ക് ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കാൻ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബോക്സിൻ്റെ ആ ക്യൂബിൻ്റെ പൊക്കത്ത് വേണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ. അങ്ങനെ എല്ലാം ഒട്ടിച്ചു കൊടുത്താൽ ഇതേപോലെ ഉണ്ടാവും കാണാൻ. പിന്നെ കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോർഡേഴ്സിലൊക്കെ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ മൊത്തത്തിൽ ഗ്രീൻ കളർ കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് മെസ്സേജാണോ ഫ്രണ്ട്സിനായാലും ബോയ് ഫ്രണ്ട്സിനായാലും കൊടുക്കാനുള്ളത് അതൊക്കെ എഴുതിയിട്ട് ഒരു വേറെ പേപ്പറിൽ എഴുതി ഒട്ടിക്കണമെങ്കിൽ കുറച്ചും കൂടി 3D എഫക്റ്റ് കിട്ടും. അതേപോലെ എഴുതിയിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.